രീതിയിലാണല്ലോ രാജൻ പിള്ള മരിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു 7 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും അത് ആ ദുരൂഹത അവസാനിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും വിവരങ്ങൾ താങ്കളുടെ അന്വേഷണത്തിൽ അല്ലെ താങ്കളുടെ കണ്ടെത്തലിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു 2 ആഴ്ച മുമ്പേ CBI 2 പേര് വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞ എന്തായാലും അവരുടെ ഓഫീസിൽ പോയിട്ടൊന്ന് ക്വസ്റ്റ്യനിങ് ചെയ്യണം, അതിൻ്റെ ഒരു സർക്കംസ്റ്റാൻസസ് അറിയാനായിട്ടാണ്. ഞാൻ അവിടെ ചെന്നിട്ട് അവർ ഓൾമോസ്റ്റ് 1 hour കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അത് നമുക്ക് ഇതുവരെ ഒരു വിധത്തിലും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, രാജനാണെങ്കിൽ CBIയിൽ സറണ്ടർ ചെയ്യാനായിട്ട് പോകുന്നു. അതിന്റെ നെക്സ്റ്റ് ഡേ പോകുന്നെന്ന് അവരെ അറിയിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഈ എസ്കോട്ട്സ് ഹോസ്പിറ്റൽ ഡൽഹിയിലെയും സിംഗപ്പൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്പിറ്റലിന്റെയും സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിട്ട് CBI ഒബ്ജക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സിക്കല്ലാന്ന്. ജഡ്ജും സിമിലർ ടൈം പറയുന്നു യു ആർ നോട്ട് ഓൺലി നോട്ട് സിക്ക്, യു ആർ എ ലക്ഷറിയസ് പേഷ്യന്റ് എന്ന്. ഞാനും കൂടെ അന്ന് കോർട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം വളരെ സർപ്രൈസ് ആയിരുന്നു എന്തിനാ ഇങ്ങനത്തെ ഒരു ആസ്പെക്ട് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ ഒരു ലീല സ്റ്റേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴായിരുന്നു ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വൈ ഇങ്ങനത്തെ ഒരു ശരിക്കും ഒരു മർഡർ ആയിരുന്നു ഉള്ളൊരു സിറ്റുവേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. അതിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് CBIക്ക് എസ്കോട്ട്സ് ഹോസ്പിറ്റലിൽ അവർ പോയി ജഡ്ജിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് അവർ അന്വേഷിച്ചായിരുന്നു വെദർ ഹി വാസ് ആക്ച്വലി ബീങ് ട്രീറ്റഡ് ഹിയർ. ആൻഡ് അവരൊരു ലെറ്റർ അന്ന് തന്നെ കൊടുത്തായിരുന്നു ദാറ്റ് ഹി വാസ് ബീങ് ട്രീറ്റഡ് ഹിയർ. ഇവിടെ അല്ലാതെ വേറെ എവിടെയും ഇന്ത്യയിൽ ആ പർട്ടിക്കുലർ ലിവർ സിറോസിന്റെ ഇതിന് ട്രീറ്റ്മെന്റും ഇല്ലാന്ന്. അത് CBI നെക്സ്റ്റ് 3 days ജഡ്ജ് റിക്വസ്റ്റ് ചെയ്തിട്ടായി CBI ഇത് പോയി ഇൻഫർമേഷൻ പോയി ഗ്യാദർ ചെയ്തത്. 3 days ഈ ജഡ്ജിന് കൊടുത്തതും ഇല്ല. അവര് ബെയിൽ ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റും ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തുകൂടാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാജനെ എടുക്കാതെ ഫെയിന്റ് ചെയ്ത് വീഴുന്നുണ്ട്. ഞങ്ങള് വെളിയിൽ നിന്ന് മെഡിസിൻ കൊണ്ട് കൊടുത്തിട്ട് ദേ വിൽ നോട്ട് ടേക്ക് ദാറ്റ്. ഇത് കൊടുക്കുമ്പോൾ ഒരു മെഡിസിനാ കൊടുത്തിരിക്കുന്നത് വിച്ച് അണ്ടർ നോർമൽ സർക്കംസ്റ്റൻസ് ലിവർ സിറോസിസ് ഒരാൾക്ക് ഒരിക്കലും കൊടുത്തുവിടാത്ത ഒരു മെഡിസിനാ കൊടുക്കുന്നത്. അത് കൊടുത്താൽ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് ഈ വെയിൻസ് ബേസ്റ്റും ചെയ്യും. അപ്പം ഈ ഇത്രയും സർക്കംസ്റ്റാൻസസ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് CBI is objecting after knowing that he was in liver cirrhosis situation. Why should the judge have a preconceived notion that ഇങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാന്ന്? രാജനെ കൊടുക്കും കാലെടുത്ത് 4th day നടക്കാൻ വയ്യാതെ കാലെല്ലാം പെരുക്കും. ഈ ലിവർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് പെരുത്തിനെ കാണിച്ചപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു സീ യുവർ ബോഡി പാർട്സ് എന്നാ ജഡ്ജ് പറയുന്നത്, റാദർ ദാൻ ഫൈൻഡിങ് ഔട്ട് വെദർ ദെയർ വാസ് എ മിസ്റ്റേക്ക്. അത് ആ സംശയം ഇൻക്രീസ് ചെയ്തിട്ടേ ഉള്ളൂ. അതിന്റെ കൂടെ നമ്മളാണെങ്കിൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ പോയി ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പം CBI ഒബ്ജക്ട് ചെയ്തു. അവിടെ ജയിച്ചു, ഹൈക്കോടതി ജയിച്ചു, സുപ്രീം കോടതി ജയിച്ചു കഴിഞ്ഞിട്ടാ CBI 2 years കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരാൾ മരിച്ച് 7 years കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര എവിഡൻസ് ബാലൻസ് ആയിട്ട് കാണും? വളരെ കുറച്ചായിട്ടേ കാണത്തുള്ളൂ. ഈ CBI അന്വേഷണത്തിൽ നിങ്ങളുടെ കുടുംബം സംതൃപ്തരാണോ? അതോ അത് വേറെ ഒരു ഏജൻസീസും ഇല്ല ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു അന്വേഷണം നടത്താനായിട്ട്. ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ്. CBIനെ അന്ന് ബെയിൽ ആപ്ലിക്കേഷൻ ഒബ്ജക്ട് ചെയ്തതും എസ്കോട്ട്സിൽ ഇത് ഉണ്ടായിട്ട് വരെ അവരറിഞ്ഞിട്ട് വരെ അവര് പറയാത്തതും CBI തന്നെയാ. അങ്ങനത്തെ ഒരു ഏജൻസി മാത്രമേ ഉള്ളൂ ഇന്ത്യയില് which can investigate a crime which spans more than one state. ഒരു സ്റ്റേറ്റിൽ കൂടുതലുള്ള ഒരു ഏത് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും CBIക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഇദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് താങ്കൾക്ക് CBIയോട് പറയാൻ കഴിയില്ലേ? അല്ലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മളാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് നമ്മ ആരെയല്ല സസ്പെക്ട് ചെയ്യുന്നതാണ്. അതാരൊക്കെയാണ്? എപ്പോഴും ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ ആരെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്നാ നമ്മൾ നോക്കുന്നത്. രാജനന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് വാസ് എ ബിസിനസ്. അന്ന് രാജനൻ 5 കൺട്രീസില് ഏറ്റവും ലാർജസ്റ്റ് ഫുഡ് ബിസിനസിന്റെ ചെയർമാൻ ആയിരുന്നു. അതാർക്ക് കിട്ടിയെന്ന
question by his death. അപ്പം ആരെങ്കിലും who will be interested in seeing that he dies and also benefits by such an aspect. അതിന് രണ്ടുപേർക്ക് ഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് ചെയ്തിരിക്കണം. ഒരെണ്ണം ഡെനോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രഞ്ച് കമ്പനി ഉണ്ട്. ആ കമ്പനിക്ക് 4 കൺട്രീസിന്റെ കിട്ടിയിരിക്കുന്നത്. അതിലെ ഏറ്റവും വലിയ ജുവൽ ഇൻ ദ ക്രൗൺ പോലെയായിരുന്നു ബ്രിട്ടാനിയ ഇന്ത്യ. അത് കിട്ടിയിരിക്കുന്ന നസ്ലി വാഡിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ബോംബെ ഡൈങ്ങിന്റെ ചെയർമാനും ബ്രിട്ടാനിയയുടെ ചെയർമാനും. അവരായിരിക്കും ഏറ്റവും ഓബ്വിയസ് ടാർഗറ്റ്സ്. ഈ ഇങ്ങനത്തെ ഒരു സസ്പീഷ്യന് ഏറ്റവും കൂടുതൽ വരാൻ പറ്റുന്ന. പക്ഷെ ഇത് ചെയ്തിരിക്കുന്ന ഈസ് അറ്റ് എ ടൈം ദാറ്റ് ഈ ഇപ്പൊ somebody who can control the CBI-യോ ജയിലോ എല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ഈവൻ ബി ഫാർ ഹയർ ദാൻ ദാറ്റ്. അത് എങ്ങനത്തെ എല്ലാമാണെന്ന് നമ്മളിപ്പോഴത്തെ ഒരാൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാനും പറ്റത്തില്ല. അത് വല്ല ആസ്പിറേഷൻസ് നമ്മളിപ്പം പറഞ്ഞാൽ ഇറ്റ് വിൽ ഓൺലി ബി ട്രീറ്റഡ് അഗേൻസ്റ്റ്. അവര് വളരെ ഈസി ആയിട്ട് അത് ഡിഫ്ലക്ട് ചെയ്യും. ഉടനെ തന്നെ പറയും രാജ്മോഹന്റെ അഗേൻസ്റ്റ് ഐ എം ഗോയിങ് ടു ഗിവ് എ കേസ് എന്ന് പറഞ്ഞിട്ട് അതിലോട്ടായിരിക്കും കൂടുതൽ ഫോക്കസ് റാദർ ദാൻ ദി ഇൻവെസ്റ്റിഗേഷൻ. ഇതല്ല ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന ഈസ് ഓൾറെഡി ഫൗണ്ട് ഔട്ട് ഇൻ ദ ലീല സേറ്റ് കമ്മീഷൻ റിപ്പോർട്ട്. അത് അവര് ഇത് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ലീല സേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ഒരു അക്കോർഡിംഗ് ടു മീ ഒരു ഡിറ്ററന്റ് ആയിരുന്നു to Rajanan's investigation. Leela Seth Commission was fixed up by the Delhi government with specific instructions. ഈ ദുരൂഹതകളും താങ്കളുടെ സഹോദരനോടുള്ള സ്നേഹവും എല്ലാം കൂടെ മനസ്സിൽ നിറഞ്ഞതുകൊണ്ടാണോ താങ്കൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ തയ്യാറായത്? ആണ്. എനിക്കതൊരു കുംഭസരം തന്നെ ആയിരുന്നു ഇങ്ങനത്തെ ഒരു ബുക്ക്. കുറെ കൂടുതൽ ഡൗട്ട്സും നമ്മളെ മലയാളീസ് നോക്കുന്നത് പോലെ അല്ലായിരുന്നു ഒരു നോർത്ത് ഇന്ത്യൻ രാജനന്റെ ആസ്പെക്ട്സ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ജയിലിൽ പോയപ്പോഴും ബിസ്ക്കറ്റ് രാജാവ് എന്ന് അവർ വിചാരിച്ചിരുന്ന ഈ ഗോൾഡ് ബിസ്ക്കറ്റ് കള്ളക്കടത്ത് ചെയ്യുന്ന ആളുടെ രാജാവ് എന്നാണ് വിചാരിച്ചിരുന്നത്. എവരിബഡി എല്ലാം ഇൻക്ലൂഡിംഗ് ദ പോലീസ് സബ് ഇൻസ്പെക്ടർ എല്ലാവരും ബിസ്ക്കറ്റ് രാജാവ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ഇത് മാത്രമേ തിങ്ക് ചെയ്യാനായിട്ടുള്ള പറ്റത്തുള്ളൂ. അവരുടെ തിങ്കിങ്ങും ബാക്കിയെല്ലാം വളരെ ഡിഫറെന്റ് ഓൺ ബിസിനസ് മാൻ. അവർ ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് ആളുകൾ മോസ്റ്റ് ഓഫ് ദി ആളുകൾ ക്രൈമിൽ കൂടെ പൈസ ഉണ്ടാക്കുന്ന, ഈസി ആയിട്ട് ഗവൺമെന്റുമായിട്ടുള്ള ആക്സസ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഗൈഡ് ലൈൻസസ് അറിയാൻ പറ്റും. അതനുസരിച്ചല്ല നമ്മളെ പോലത്തെ സാധാരണഗതിയിൽ ഇപ്പം കാഷ്യൂ ഇൻഡസ്ട്രി ഉണ്ട്. അതാണെങ്കിൽ വേൾഡിലെ ലാർജസ്റ്റ് ഇൻഡസ്ട്രി ആയത് വിതൗട്ട് എനി ഹെൽപ്പ് ഫ്രം ദി ഗവൺമെന്റ്. കേരള ഒരു സ്ഥലത്തും ഡൽഹി വേറൊരു സ്ഥലത്തും ആയതുകൊണ്ട് നമ്മൾ ഡൽഹി പോയിട്ട് ഒരു ഫേവറും ചോദിച്ചിട്ടില്ല, ഒരു ബെനിഫിറ്റും ചോദിച്ചിട്ടില്ല. നമ്മള് ബിക്കോസ് വി വർ ലെഫ്റ്റ് അലോൺ നമ്മൾ വേൾഡിൽ 96% ഓഫ് ദി വേൾഡ് കാഷ്യൂ മാർക്കറ്റ് ഇന്ത്യ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇത്ര ആളുകൾക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഫോറിൻ എക്സ്ചേഞ്ച് ഇവിടെ വന്നുകൊണ്ട് ഇരിക്കുമായിരുന്നു. ആ ഒരു ആസ്പെക്റ്റില് രാജനന്റെ വാട്ട് കൈൻഡ് ഓഫ് എ ഫാമിലി ഹി വാസ്. എല്ലാവരുടെയും പിന്നെ വിചാരം ഒരു ഫസ്റ്റ് ടൈം ഒരു ന്യൂ ബിസിനസ് മാൻ വന്നതാണ്. അല്ല, ഹി ഈസ് എ തേർഡ് ജനറേഷൻ ബിസിനസ് മാൻ ഫ്രം എ വെരി സക്സസ്ഫുൾ ബിസിനസ് ഫാമിലി. ഒരു അത്ഭുതമൊന്നും അല്ല രാജന് ഇത്ര വലിയൊരു ബിസിനസ് ടേക്ക് ഓവർ ചെയ്തതോ അതോ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തതോ അതോ വേൾഡിൽ ഫുഡ് ബിസിനസ്സിൽ വരുന്നത്. ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് ഇൻ ദ ഫുഡ് ബിസിനസ്. ഹി വാസ് ഓൾസോ ദി ബിഗ്ഗസ്റ്റ് ഇൻ ദാറ്റ് കമോഡിറ്റി. His father was equally successful. His uncle Ravindranathan Nair was 2 times highest income tax payer in the country. അങ്ങനത്തെ ഒരു ഫാമിലിന്നാണ് വരുന്നത്. അങ്ങനത്തെ ഒരു ഫാമിലിയും ആ ഒരു ആസ്പെക്റ്റും ഐ വാണ്ടഡ് ദം ടു നോ. അതുകൊണ്ടായിരുന്നു ഈ ബുക്കിൽ. ഈ പുസ്തകം പുറത്തു വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായോ? താങ്കൾക്കെതിരെ എന്തെങ്കിലും എഴുതിയ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചോ? ആദ്യമേ തന്നെ ഔട്ട്ലുക്കിലും ഇന്ത്യ ടുഡേയിലും മാഗസീനില് ഇതിന്റെ ഫസ്റ്റ് റിവ്യൂസ് വരുന്നത്. ഔട്ട്ലുക്ക് ഇത് വെറുതെ ആ ബുക്ക് വരെ വായിക്കാതെ രാജൻ പിള്ളൈ ഡസൻ ഡിസേർവ് ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ ഫസ്റ്റ് റിവ്യൂ. ആ പടം 2 ലൈന്. നമ്മൾ അരുന്ധതി റോയ ഹിന്ദുവിൽ റിവ്യൂ ചെയ്യുന്നത്. അതായത് ഇറ്റ് ഡസന്റ് ഡിസേർവ് എനി കൈൻഡ് ഓഫ് റിവ്യൂ. രാജ്മോഹൻ ഷുഡ് ബി കെയർഫുൾ ഓഫ് മെനി കേസസ് അഗേൻസ്റ്റ് ഹിം. എന്റെ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഒരു ബുക്ക് ചീത്തയാണോ നല്ലയാണോ എന്ന് പറയുന്നതിന് പകരം രാജൻ പിള്ളയുടെ എല്ലാവർക്കും ബുക്സ് ഉണ്ട്.